ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോൻ്റെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ പൊട്ടെല്ലാം തൊട്ട് ലിപ്സ്റ്റിക്കെല്ലാം ഇട്ട് സുന്ദരിയായിട്ടുണ്ട്. അപ്പോഴേക്ക് അമ്മ റിക്കൂട്ടനെ കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് റിക്കൂട്ടൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ കണ്ടാലോ? കുഞ്ഞൊരു ലവ് ചിഹ്നം കൊടുത്തേക്കാം. എന്താ വെച്ചാൽ അഥവാ കോപ്പറേറ്റ് എങ്ങനെ കിട്ടിയാലോ എന്നുള്ള പേടിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഓൾറെഡി ഞാൻ പാമ്പേഴ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഈ ആൺകുട്ടികളെ മാറ്റിക്കൽ എന്ന് പറഞ്ഞാൽ വലിയ പണിയൊന്നുമല്ല. ജസ്റ്റ് ട്രൗസറും കുപ്പായാലും ഇട്ട് കൊടുക്കുക, പൗഡർ ഇടുന്നുണ്ടെങ്കിൽ പൗഡർ ഇടുക, മുടി അങ്ങ് ചെയ്യുക, സംഭവം കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ സാൻബീന് ഒരിക്കലായിരുന്നു എനിക്ക് ടാസ്ക് എന്ന് പറയുന്നത്. ഞാൻ നിന്നിട്ടും പണ്ട് എപ്പം വിചാരിച്ചു അയ്യോ പെൺകുട്ടി മതി, പെൺകുട്ടി മതി. നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. നമ്മളിങ്ങനെ അറിയാം പെൺകുട്ടി മതിയായിരുന്നു, പെൺകുട്ടി മതിയായിരുന്നു. പിന്നെ എനിക്കിപ്പോൾ ഇവിടെ ചേച്ചിക്ക് ആണ് ഇപ്പോൾ ഒരു മോളുള്ളത്. ഇനിയിപ്പോൾ നിമിഷേച്ചിക്ക് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഭാവന കിട്ടും പെൺകുട്ടി. പിന്നെ ബാക്കിയെല്ലാം ബോയ്സാണ് കേട്ടോ. അങ്ങനെ റിക്കൂറിന് ഇതാ സുന്ദരനായിട്ടുണ്ട്. അപ്പം അമ്മ കുളിച്ചിരുന്നില്ല, അമ്മ തോർത്ത് പരതി നടക്കുവാന്ന് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ കസേരയിൽ വെച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അവരെ രണ്ടാളെയും കുളിപ്പിക്കണം കേട്ടോ. അപ്പോൾ റിക്കൂട്ടൻ കുപ്പായം കൂടി ഇടുമ്പോഴേക്ക് ഇതാ ചിരിച്ച് നല്ല കുട്ടാപ്പിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ ചേർപ്പെടുക്കട്ടെ, അമ്മ മുടി ചീവിത്തരാമെന്ന്. അങ്ങനെ പിന്നെ നമുക്കിപ്പോൾ ആ സ്റ്റാൻഡുള്ളതുകൊണ്ട് ഇങ്ങനെ എവിടെയെങ്കിലും വെച്ചിട്ടെല്ലാം വീഡിയോ എടുക്കാം കേട്ടോ. അപ്പം റിക്കൂട്ടൻ മുടി ചീവുവാന്ന്. ഇതെല്ലാം നല്ല അനുസരണയോടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ റിക്കോർഡിനെ താഴേക്ക് അടുത്ത ചെസ്റ്റ് നമ്പർ 2 വന്നിട്ടുണ്ട് നമ്മളെ സനൈ ഘട്ടം. അപ്പോൾ ഓൾറെഡി പൗഡറെല്ലാം മൂക്കിലും ആരുടെയും വാരിപ്പറ്റിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ചെസ്റ്റ് നമ്പർ 2 സാൻവി ആയിരുന്നു. ഇത് ചെസ്റ്റ് നമ്പർ 3 ആണ് കേട്ടോ. അപ്പോൾ എന്താ ഞാൻ കൊടുക്കലിട്ട് കൊടുക്കുവാന്ന്. അപ്പോൾ വിഷുവിന് വരുന്ന സമയത്ത് ഓടിപ്പിടിച്ച് വന്നതല്ലേ, ആ ഒരു ഡ്രസ്സ് മാത്രമേ മൂപ്പർ എടുത്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഓനെ മാറ്റിച്ചു കൊടുക്കുവാന്ന്. ഇനി സാൻവി മുടി കെട്ടാൻ വേണ്ടിയിട്ട് പുറകിൽ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെൺകുട്ടികളെ നമുക്ക് ഒരുക്കാനല്ലേ കൂടുതൽ സമയം വേണ്ടത്. അപ്പോൾ ഇവരെ അങ്ങ് തീർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ പണി ഒഴിവായല്ലോ. അങ്ങനെ സനീന കൂടി റെഡിയാക്കി എടുക്കുന്നുണ്ട്.
മുടി മുടി ചീവിയ ശേഷം സനേൻ്റെ വക ഒരു ഡാൻസും ഒരു ബൈ പറച്ചിലെല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനയച്ചാൽ അതിപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത്. ചിരി വന്നു പോയി കേട്ടോ. അങ്ങനെ 2 പ്രാവശ്യമാണ് ഇപ്പം ഞാൻ വോയിസ് ഓവർ എടുക്കുന്നത് ചിരി വന്നിട്ട്. അങ്ങനെ ബൈ പറഞ്ഞിട്ട് ഓൻ അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അടുത്തത് സാൻവിയാണ്. ഇവളെ മുടിയാണെങ്കിൽ അന്നേരം കുളിച്ചു വന്നില്ല. നനഞ്ഞിട്ട് എനിക്ക് എവിടുന്ന് തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണം എന്നറിയാത്ത അവസ്ഥയിലായിരുന്നു കേട്ടോ. അപ്പോഴേക്ക് നമ്മൾ റിക്കൂട്ടും കുശുമ്പും വന്നിട്ടുണ്ട്. അമ്മ സാൻവിൻ്റെ തല തോർത്തിക്കുന്ന വരുമ്പോഴേക്ക് തന്നെ റിക്കൂട്ടിന് ഓടി വന്നിട്ടുണ്ട്. അമ്മ പൂജി വേണ്ടാന്നും പറഞ്ഞിട്ട് നല്ല കുശുമ്പ് വന്നു കേട്ടോ. എൻ്റെ അമ്മയാണെന്നും പറഞ്ഞാൽ നടക്കുക. അപ്പോൾ സാൻവി അറിയടാ ഇന്നെക്കാളും മുന്നേ എൻ്റെ അമ്മയേനു എന്ന് പറയും സാൻവി. അങ്ങനെ റിക്കൂട്ടിന് അങ്ങോട്ടേക്ക് നടന്നു പോയിട്ടുണ്ട്. എന്തോ കംപ്ലൈൻറ്റ് അമ്മമ്മേനോടോ വെളിച്ചനോടോ പറയാൻ വേണ്ടിയിട്ട് പോയതാണെന്ന് തോന്നുന്നത് കേട്ടോ. അങ്ങനെ സാൻവി കഴിച്ചിട്ട് തന്നെ ജസ്റ്റ് ക്ലിപ്പ് കുത്തി കൊടുത്തു കേട്ടോ. അപ്പോഴേക്ക് നമ്മളെ കുശുമ്പർ റിക്കൂട്ടൻ പറഞ്ഞു ഓനും വേണം ക്ലിപ്പ് എന്ന്. അങ്ങനെ ഓനും ക്ലിപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്ക് പിന്നെ എല്ലാവരും മാറ്റിയതിന് ശേഷം ഏച്ചി വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിന്. അങ്ങനെ എല്ലാവരോടും ഭർത്താവെല്ലാം പറഞ്ഞ് ഇങ്ങനെ നിന്ന് കേട്ടോ. അങ്ങനെ പിന്നെ ഓട്ടോ വന്ന് നമ്മൾ ഓട്ടോ കയറിയിട്ട് പോകാമെന്ന് കേട്ടോ. അപ്പോൾ 3 ആളെ വകയും ബൈ ഉണ്ട് എല്ലാവർക്കും കേട്ടോ. സാൻവി നമ്മൾ ഫോൺ എടുത്ത് ഇങ്ങനെ ക്യാമറ കാണുമ്പോഴൊക്കെ സാൻവി തുടങ്ങും ഗായ്സ് ബൈ ഗായ്സ് നമ്മൾ അമ്പലത്തിൽ പോവാണ് ഗായ്സ് എന്നെല്ലാം പറഞ്ഞിട്ട്. ആരെയല്ലോ ചാനൽ യൂട്യൂബിൽ വീഡിയോ എല്ലാം കണ്ടിട്ടാന്ന് തോന്നുന്നു ഗൈസ് പഠിച്ചത്. അപ്പം ഇതിപ്പം നമ്മളെ നാട്ടിലേക്ക് കൂടി ഇങ്ങനെ പോകാമെന്നേ.
അമ്പലത്തിലേക്ക് ഇത് എത്താനായിട്ടുണ്ട്. പിന്നെ ഈ ഒരു റൂട്ട് എന്നെല്ലാം പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഓർമ്മകളാണ്. അതായത് ഇത് കഴിഞ്ഞ് കുറച്ചങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാലാണ് നമ്മളെ ഹോസ്പിറ്റൽ, അതായത് റിക്കുവിനെ ഡെലിവറി ചെയ്ത ഹോസ്പിറ്റലിലെത്തുക. ഇതിനാണ് ഞാൻ അവസാനമായിട്ട് കണ്ട ഹോസ്പിറ്റലിലെത്തുക. അപ്പോൾ അതാണ് മനസ്സിലേക്ക് പെട്ടെന്ന് ഇങ്ങനെ വന്നത് കേട്ടോ. പണ്ട് റിക്കോർഡിനെയും വയറ്റിൽ വെച്ചിട്ട് പോയ സ്ഥലത്തേക്ക് കൂടി ഇപ്പോൾ ഇതാ റിക്കോർഡിനെ മടിയിലിരുത്തിയിട്ട് പോകുന്നു. റിക്കോർഡിന് ഇനിയിപ്പോൾ ഡിസംബർ വരുമ്പോൾ 3 വയസ്സാകും. അയ്യോ. അപ്പോൾ ഇതാണ് കേട്ടോ അമ്പലം. നല്ല വലിയ അമ്പലമാണ്. അപ്പോൾ കയറി വരുമ്പോൾ നേരെ കണ്ടത് തന്നെ ആനകളെയാണ് കേട്ടോ. നമ്മൾ പൊതുവെ ഇതിലും ഇത്തിരി കൂടി വൈകിട്ടാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിൽ നിന്ന് ആന ഇറങ്ങി വരുന്നതാണ് കാണൽ. ഇതിപ്പോൾ ഇറങ്ങി വരുമ്പോൾ തന്നെ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ആനേനെ കണ്ടിട്ടാ. അപ്പോൾ റിക്കോർഡിന് ആനയെല്ലാം നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ മക്കളെല്ലാം ഒരു എക്സൈറ്റ്മെൻറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഉത്സവത്തിനെല്ലാം പോകുന്നത് കേട്ടോ. ഒരു രസമല്ലേ. അങ്ങനെ പിന്നെ ഇവിടെ ഇങ്ങനെ തെക്കേടം ശിവക്ഷേത്രം, വടക്കേടം ശിവക്ഷേത്രം എന്നെല്ലാം പറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലൊന്നും കയറി പ്രാർത്ഥിക്കാൻ നിന്നിട്ടൊന്നുമില്ല. നേരെ നമ്മൾ നടന്നിട്ട് പോവാണ്. അപ്പം ആ ഇടത് ഭാഗത്തായിട്ടാണ് ആനകളുള്ളത്. അപ്പം നേരെ പോയത് മക്കൾക്ക് ആനേനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വന്നതേ അതിനാണല്ലോ. അങ്ങനെ പിന്നെ അവിടെ നിന്നിട്ട് കുറച്ച് സമയം വീഡിയോ എല്ലാം എടുത്ത് കേട്ടോ. അപ്പം ടോട്ടൽ 5 ആനയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലൊന്നിങ്ങനെയുണ്ട് ഒരേ ആടലേ ആടൽ. അപ്പം ഞാനും അമ്മയും പറയുന്നത് അതിൻ്റെ ഇത്തിരി ആട്ടം കൂടുതലാണെന്ന്. ഇപ്പം പല സ്ഥലത്ത് ഇങ്ങനെ ഓരോ നമ്മൾ വാർത്തയെല്ലാം കേൾക്കുന്നില്ല, ആന അടഞ്ഞെന്നെല്ലാം പറ്റും. അതുകൊണ്ട് അതിൻ്റേതായ ചെറിയൊരു പേടിയുണ്ട്. പിന്നെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ധൈര്യത്തിൽ അവിടെ തന്നെ നിന്ന് കേട്ടോ. എല്ലാവരും ഉള്ളിൽ അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. കാരണം നമ്മൾ ഉള്ളിലെല്ലാം ആയിക്കഴിഞ്ഞാലും നിൽക്കുന്ന സമയത്ത് അവിടെ ഓരോ പെണ്ണുങ്ങൾ പറയുന്നുണ്ട് ഈ മതിലിൻ്റെ അടുത്ത് നിൽക്കണ്ട, ഇവിടെ നിന്നാണെങ്കിൽ ആന എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നമ്മളെ മതിൽ മേൽ ചേർത്ത് ഒട്ടിക്കും. പിന്നെ അതിന് പകരം നമ്മൾക്കെന്തെങ്കിലും തുറസായ സ്ഥലത്ത് പോയിട്ട് അതാകുമ്പോൾ നമുക്ക് ഓടുകയും ചെയ്യാമെന്നല്ല. ഓരോരുത്തർ അങ്ങനെ എന്തെല്ലോ പറയുന്നുണ്ടായിന് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ആനയെല്ലാം നോക്കി നിന്നിട്ട് പിന്നെ അത് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവാന്നേ. നമ്മൾ ഈ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് തൊഴാനൊന്നും നിന്നിട്ടില്ല. ഭയങ്കര ക്യൂ അല്ലായിരുന്നു. അപ്പം മക്കളെയും കൊണ്ട് നിന്നാൽ ശരിയാവില്ല. അപ്പോഴേക്കും ആനകളെല്ലാം അകത്തേക്ക് കയറ്റുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഉള്ളിൽ ആനേനെ കയറ്റിയിട്ട് ഇങ്ങനെ അണിയിച്ചൊരുക്കില്ല, നമ്മൾ ആ നെറ്റിപ്പട്ടെല്ലാം വെച്ച് അങ്ങനെയെല്ലാം ചെയ്ത് എന്നിട്ട് തിടമ്പേറ്റിയിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്യുക. അപ്പം നമ്മളെല്ലാവരും ഇത് അമ്പലത്തിലേക്ക് ഇങ്ങനെ ചുറ്റിയിട്ട് നടക്കുന്നുണ്ട്. നല്ല രസമാണ്. പണ്ട് നമ്മളധികം ഇവിടെ പണ്ട് വരുത്തുണ്ട് കേട്ടോ. അപ്പം വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു അവിലുണ്ട്, അത് തിന്നാനായിട്ടാണ് ഞാനെല്ലാം പോക്ക്. പിന്നെ ഒരു പായസവും. അപ്പം ഇടയ്ക്കെല്ലാം പണ്ടെല്ലാം അധികം വരുത്തുണ്ട്. ഇതിപ്പം 2021 ഞാനും നിതുനും അമ്മയും അച്ഛനും കൂടെ വന്നിട്ടുണ്ടായിനെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് ഈ 2025 അപ്പം എല്ലാം ഒരു പുതുമ പോലെ തോന്നി. പക്ഷെ സംഭവമെല്ലാം പഴയത് തന്നെ. എന്താ അങ്ങനെയായിരുന്നു. പിന്നെ ഒരു വിശ്വാസത്തോടെ പണ്ട് നമ്മൾ ആ വിശ്വാസത്തിലാണ് പോകുന്നെങ്കിൽ ഇപ്പം അങ്ങനെ ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് അങ്ങനെയൊന്നും പോകുന്നതല്ല കേട്ടോ. എന്തോ അതിന് പറ്റുന്നില്ല, വിചാരിച്ചാലും എന്തോ പറ്റാത്ത പോലെയാണ് തോന്നുന്നത്. അങ്ങനെ പിന്നെ നമ്മളിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നടക്കുവാണ്, അങ്ങനെ ചുറ്റി നടക്കുവാണ്. നല്ല രസമല്ലേ. അപ്പോൾ വൈകുന്നേരം ആ സൂര്യൻ ഇങ്ങനെ താഴ്ന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ സാൻവിനോട് പറഞ്ഞത് ആ സാൻവി ആനപ്പിണ്ടത്തെ ചവിട്ടി. അങ്ങനെ അവർ രണ്ടാളും നടക്കുന്ന കണ്ടപ്പോൾ റിക്കൂട്ടനും നടക്കണം കേട്ടോ.
അപ്പോൾ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്നോട് അമ്മ പറയുന്നത് എനിക്ക് കുറച്ച് സമയം ഇങ്ങനെ നിന്നിട്ട് കാല് വേദന, ഇപ്പം ആനക്കല്ല എത്ര മണിക്കൂർ ഇങ്ങനെ നിൽക്കണല്ലേന്ന്. അത് പറഞ്ഞപ്പോൾ ഒരു സങ്കടം തോന്നി കേട്ടോ. പിന്നെ അതിൻ്റെ എനിക്ക് ഇത് കണ്ണിലേക്കാൾ നോക്കുമ്പോൾ പേടിയും പാവം എല്ലാം തോന്നുന്നുണ്ടായിന് കേട്ടോ. അങ്ങനെ എല്ലാവരും ആനേനെല്ലാം കാണാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം ഇതിപ്പോൾ അങ്ങോട്ടേക്ക് നിരത്തിയിട്ട് ടോട്ടൽ 5 ആന ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാ മുത്തുക്കുടിയെല്ലാം എടുത്തിട്ട് വരുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ കൊല്ലം ഇതുപോലെ ഇവർ ഈ വെഞ്ചാമരം വീശുന്നതിനുള്ള വീഡിയോ എടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ ഇതാ അവർ എല്ലാം ആനേനെ സെറ്റാക്കി കൊടുക്കുവാന്ന്. ഞാൻ പറഞ്ഞു നമ്മൾ പൊതുവെ ഇങ്ങനെയെല്ലാം സെറ്റാക്കിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത്. ഇതിപ്പം എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ സെറ്റപ്പ് ഇങ്ങനെ ആക്കുന്നതെല്ലാം കാണുന്നത് കേട്ടോ. അപ്പം ആ ഒരു സമയം തന്നെ നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല, അവിടുന്ന് ഇതിനെല്ലാം പനിയോലെല്ലാം കൊടുക്കുന്നുണ്ടായിന് കേട്ടോ. നല്ലോണം ഭക്ഷണമെല്ലാം കൊടുത്തിട്ടാണ് പിന്നെ ഇതിന് എന്താ പറയുക, ഇത് ഉത്സവത്തിന് വേണ്ടിയിട്ട് ഇറക്കുന്നത്. അപ്പം നെറ്റിപ്പട്ടെല്ലാം ഇട്ടിട്ട് കാണുമ്പോൾ ഒരു ആനച്ചന്തം. അപ്പോൾ ഷർട്ട് അടിക്കാൻ മടിയായതുകൊണ്ട് അച്ഛൻ പുറത്തായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. നമ്മളതിൻ്റെ വീഡിയോയിൽ എടുക്കണില്ല. അപ്പം അച്ഛനോട് പറഞ്ഞ അകത്തേക്ക് വന്നു, നമ്മളിവിടെ ഉണ്ട് എന്ന് പറഞ്ഞ്. അല്ലെ അച്ഛൻ കുറേ സമയം പുറത്തൊറ്റയ്ക്ക് നിൽക്കണ്ടേ. അങ്ങനെ പിന്നെ അച്ഛനകത്തേക്ക് വന്നു കേട്ടോ. എന്നിട്ട് നമ്മളിതിങ്ങനെ ആനക്കാഴ്ചകൾ കണ്ടിട്ട് നിൽക്കുവാന്ന്. അപ്പോഴേക്ക് ഇങ്ങനെ ആളുകൾ കൂടി കൂടി വരുന്നുണ്ട്. അത് അടുത്തെത്തിയിട്ട് ഫോട്ടോ. കാണാം.
എല്ലാരും എന്തിനാ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ഓരോ സനീൻ്റെ ചോദ്യം കേട്ടിട്ടില്ല. എല്ലാവരും മുന്നിൽ വാളും പരിചയമെടുത്ത് പോകുന്നിട്ട് ഓൻ എന്നോട് ചോദിക്കുന്നത് അവർ ഫൈറ്റ് ചെയ്യാൻ പോവാണോ. പിന്നെ ഉത്തരമൊന്നും പറയാണ്ട് തുപ്പലിറക്കി ഞാനവിടെ നിന്ന് കേട്ടാ. അല്ലാണ്ട് ഇവരോടെല്ലാം എന്ത് പറയാനാ. പിന്നെ അതിൻ്റെ ചരിത്രമൊന്നും പ്രത്യേകിച്ച് എനിക്ക് അറിയൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ വായ പൊട്ടിക്കുന്നതല്ലേ നല്ലത്. അങ്ങനെ ആനകളെല്ലാം പുറത്തേക്ക് ഇറങ്ങുവാന്ന് കേട്ടാ. ഈ വരുന്നതിൻ്റെ നടുക്ക് ഒരാനേൻ്റെ കണ്ണ് നോക്കുമ്പോൾ നല്ല ചുകന്നിട്ട് വലിയ കണ്ണ്. ഒരു ചില ആനേൻ്റെ എല്ലാം കുഞ്ഞി കുഞ്ഞി കണ്ണും കേട്ടോ. അപ്പോൾ ആദ്യത്തെ ആനേൻ്റെ കണ്ടപ്പം തന്നെ പേടിയിപ്പോയിന്. അങ്ങനെ ഇതാ ആനകളെല്ലാം നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അവിടെ നിന്ന് അവലിൻ്റെ ഈ ഒരു പ്രസാദമില്ല അത് വാങ്ങിച്ചിട്ടുണ്ടായിനെ. അപ്പം നമ്മൾ ചായയൊന്നും കുടിക്കാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുകൊണ്ട് മക്കൾക്കെല്ലാം വിശന്നിട്ടുണ്ടായിനെ. നമുക്കും വിശന്നിട്ടുണ്ട്. നിറക്കൂട്ടൻ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നവരെ ബിസ്ക്കറ്റ് വേണം എന്ന് പറയുന്നുണ്ടായിന് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു നമുക്ക് പിന്നെ ഐസ്ക്രീം കുടിക്കാനെല്ലാം പറ്റിങ്ങനെ വീട്ടിൽ നിന്ന് ഇത് നിന്നതാണ്. അപ്പം പിന്നെ ഇത് കിട്ടിയാലും കുറച്ചൊരു ആശ്വാസമായി. അങ്ങനെ നമ്മൾ അവിൽ കഴിച്ചു കേട്ടോ. അപ്പം എന്നെ കണ്ടിട്ടില്ലല്ലോ, ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എന്നെ കുറേ ഇതിലൊന്നും കാണാൻ പറ്റില്ല. പിന്നെ അവിടെ സൈഡായിട്ട് നിന്നതുകൊണ്ട് അവിൽ കഴിക്കുന്ന ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോഴേക്ക് കുറേ ആളുകൾ ഇങ്ങനെ വരുന്നുണ്ടായിന്. ഈ ആനയിറങ്ങിയ ഉത്സവത്തിൻ്റെ സമയത്താണല്ലോ എല്ലാവരും ഉണ്ടാവുക. അപ്പോൾ റിക്കൂട്ടൻ അച്ഛനും ഇങ്ങനെ നടക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്കും കാണാൻ വേണ്ടിയിട്ട് അവർ ചെറിയൊരു മഴക്കാറും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇങ്ങനെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റിക്കൂട്ടൻ ഇതാ നല്ല സൗണ്ടാക്കിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ പിള്ളേരെ അങ്ങ് അയച്ചു വിട്ടു കളിച്ചോന്ന് പറഞ്ഞിട്ട്. അപ്പോൾ മൂന്നാളും നല്ല എക്സൈറ്റ്മെൻറ്റിൽ ഓടി കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാ തിരക്കും അങ്ങോട്ടേക്ക് ഉത്സവം നടക്കുന്ന ഭാഗത്തുള്ള, അതുകൊണ്ട് ഇവിടെ വലിയ പ്രശ്നമില്ല. പിന്നെ റിക്കുവാണെങ്കിൽ നമ്മളെ നോക്കിയിട്ടാണ് നടക്കുകയും ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് നല്ലതാണ്. ചില കുട്ടികളില്ല ഇടത്തേക്ക് നോക്കാൻ ഒരു പോക്കങ്ങ് പോന്നെ. ഇത് പിന്നെ പ്രശ്നം ഉണ്ടായിട്ടാട്ടോ. ഒരവുകൾ എന്തായാലും ഉണ്ടാവും. അങ്ങനെ പിന്നെ ഇത് നടക്കുന്നത് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ആളുകളെല്ലാം ഇങ്ങോട്ടേക്ക് നടക്കാൻ തുടങ്ങിയത് പിന്നെ നമ്മളൊരു സൈഡിലേക്ക് കയറി നിന്ന് കേട്ടോ. ഇനി നമുക്കിങ്ങനെ ചെണ്ടമുട്ടുന്നേയും കുടമാറ്റമല്ല എന്തായാലും പറയാം, വെഞ്ചാമരെല്ലാം വീശിയിട്ടുള്ള സംഭവമില്ലേ, അതെല്ലാം ഒന്ന് കാണാം കേട്ടോ.
അല്ലേ കുറച്ചുകൂടി കഴിയണം ഇരുട്ടാണായിരിക്കല്ലേ കൊച്ചുണ്ടാപ്രി ഇക്കൂട്ടി ആനേനെ കണ്ടിനാ അങ്ങനെ ചെണ്ട വിട്ടുന്നേ അങ്ങനെ പിന്നെ ഈ ഏകദേശം ഇരുട്ടാകുമ്പോൾ ഇങ്ങനെ നമ്മളെ ഇതില്ലേ ചിരട്ടയും പിന്നെ ചിരട്ട കൊപ്പര അതെല്ലാം കൂടി കത്തിച്ചിട്ട് ഇങ്ങനെ മൊത്തം ഇങ്ങനെ വെക്കും കേട്ടോ. അങ്ങനെ അപ്പുറം ഇപ്പുറം ആൾ പിടിച്ചിട്ടുണ്ടാക്കും. അപ്പോൾ നല്ല രസമാണ് കുറച്ചുകൂടി ഇരുട്ടായാൽ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ പിന്നെ കുറച്ച് സമയം ഉത്സവം കണ്ടിട്ട് വേഗം ഇറങ്ങിയിട്ടുണ്ടായിനെ. പിന്നെ ഇതുപോലെ ലൈറ്റിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളും ഉണ്ട്. അതുകൂടാണ്ട് അവിടെ ഇങ്ങനെ സ്റ്റേജിൽ വേറെ തന്നെ ചെണ്ടമേളം, അതെന്താ പറയുക, ചെണ്ടമേളം തന്നെയാണെന്ന് തോന്നി, ഇങ്ങനെ വേറെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം മഴക്കാർ അത്യാവശ്യമുള്ളതുകൊണ്ട് തന്നെ മഴയെങ്ങാനും പെയ്തോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേഗം ഇറങ്ങി കേട്ടോ. അപ്പം സൈഡിൽ ഫുള്ള് ഐസ്ക്രീമിൻ്റെ മാത്രമായിട്ടുള്ള കടയുണ്ട്. അപ്പം പിള്ളേർ പറഞ്ഞ് നേരെ ഐസ്ക്രീം കുടിക്കാൻ പോകാമെന്ന്. അങ്ങനെ ഐസ്ക്രീം കുടിക്കാൻ കയറിയിരുന്ന്, പക്ഷെ നമ്മൾ അവിടെ നിന്ന് വേഗം ഇറങ്ങി കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവിടെ ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഇരുന്ന് തിരക്കേ ഉള്ളൂ, പക്ഷേങ്കിൽ കൊണ്ടത്തിരുന്നൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ പിന്നെ അവിടുന്ന് തൊണ്ടക്കോയിലെല്ലാം വാങ്ങി, പിന്നെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാവരും ഓരോരോ പഴംപൊരിയും സമൂസയില്ലേ അതും കഴിച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ രണ്ടാൾക്കും തോക്കും പിന്നെ എറിഞ്ഞാൽ പൊട്ടുന്നത് സംഭവമില്ല, അതും കൂടി വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാന്നേ. ഉത്സവം നടക്കുന്ന ഒരു സമയം നല്ല ബ്ലോക്ക് ഉണ്ടായില്ല കേട്ടോ. കുറച്ചൊന്ന് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത്. പിന്നെ അങ്ങനെ സുഖമായിട്ട് വീട്ടിലെത്തി കേട്ടോ. അപ്പം പിന്നെ ഞാൻ വീഡിയോ നമ്മളൊന്നും എടുക്കുന്നതെന്ന് വെച്ചാൽ ക്ലിയർ ഉണ്ടാവില്ല, മൊത്തം കറുപ്പ് കളറായിരിക്കും. അപ്പം പുറത്തേക്ക് അയച്ചാൽ കാണാം. അപ്പോഴാണ് ഞാൻ കണ്ടത് നമ്മൾ തലശ്ശേരിയിൽ ഫ്രൂട്ട് ബേ വന്നിട്ടുണ്ട് എന്ന് കേട്ടോ. ഇങ്ങനെ ഏതെല്ലോ സ്ഥലത്തുള്ളതെല്ലാം ഇങ്ങനെ ഇൻസ്റ്റയിലും യൂട്യൂബിലെല്ലാം കണ്ടിട്ടുണ്ടെങ്കിലും നമ്മളെ നാട്ടിൽ വന്നിട്ട് കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. അപ്പം എപ്പം ഒരു ദിവസം നമുക്ക് പോകണം തന്നെ. എനിക്ക് ജലദോഷമായതുകൊണ്ട് ഇനി അതെല്ലാം മാറണം. ചുമ ശരിക്കും മാറിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ഐസ്ക്രീം ഒന്നും കഴിക്കാൻ പറ്റില്ല. പിന്നെ വന്നതിന് ശേഷം ഇതാ എല്ലാവരും കളിയാന്നേ. ഒന്ന് സാനേക്കം കൊടുക്കുക ഒന്ന്. $20 $40. ചാമന അങ്ങനെ വീട്ടിലെത്തി ചോറെല്ലാം കഴിച്ച് കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ അത്രയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.